Hi, my dear students, ഞാൻ ഡോക്ടർ ജീതു. ഇന്നത്തെ ടോപ്പിക് ഒരു സിമ്പിൾ ടോപ്പിക്കാണ് പ്ലാക്ക് കൺട്രോൾ. റെഫർ ചെയ്തിരിക്കുന്നത് കറൻസ് 13th എഡിഷനാണ്. ഇതിൽ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ളതെല്ലാം കവർ ചെയ്തിട്ടുണ്ട്. ലിൻഡയിൽ ഈ ചാപ്റ്റർ കുറച്ചും കൂടി എലാബറേറ്റ് ആണ്. അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ അകത്ത് ഇല്ലാത്ത എന്തെങ്കിലും ക്വസ്റ്റ്യൻസൊക്കെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ യു ക്യാൻ ആസ്ക് മീ. ഞാൻ അതും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ട് പറഞ്ഞു തരാം. സോ ഗോയിങ് ഇൻ ടു പ്രസൻറ്റേഷൻ. പ്ലാക്ക് കൺട്രോൾ എന്ന് പറയുന്നത് ബ്രോഡ്ലി രണ്ട് രീതിയിൽ നമുക്ക് ചെയ്യാം. മെക്കാനിക്കലായിട്ടും ചെയ്യാം, കെമിക്കലായിട്ടും ചെയ്യാം. നമ്മൾ ആദ്യം നോക്കുന്നത് കെമിക്കൽ പ്ലാക്ക് കൺട്രോൾ ആണ്. കെമിക്കൽ പ്ലാക്ക് കൺട്രോളിലോട്ട് പോകുന്നതിന് മുന്നേ 4 ഇമ്പോർട്ടൻറ്റ് ടേംസ് ഉണ്ട്. ഇത് തമ്മിലുള്ള ഡിഫറൻസ് നമ്മൾ അറിഞ്ഞിരിക്കണം. ആദ്യത്തേത് ആൻറ്റി മൈക്രോബിയൽ ഏജൻറ്റ്സ്. ആൻറ്റി മൈക്രോബിയൽ എന്ന് പറഞ്ഞാൽ എന്താ? പേരിനെ നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാവും. എഗെയിൻസ്റ്റ് മൈക്രോബ്സ് അല്ലെങ്കിൽ ഇറ്റ് കിൽസ് മൈക്രോബ്സ്. അപ്പോൾ നമ്മളൊരു ലാബിൽ നമ്മൾ ഇൻവിട്രോ ആയിട്ട് ഈ ഏജൻസിന് ബാക്ടീരിയോസ്റ്റാറ്റിക് ഓർ ബാക്ടീരിയോസിഡൽ ആക്ടിവിറ്റി നമുക്ക് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ബട്ട് ദിസ് കനോട്ട് ബി എക്സ്ട്രാപ്പുലേറ്റഡ് ക്ലിനിക്കലി എഗെയിൻസ്റ്റ് പ്ലാക്ക്. പക്ഷേ പ്ലാക്കിന് എതിരെ അല്ലെങ്കിൽ പ്ലാക്ക് ബാക്ടീരിയക്കെതിരെ ഇവരെ ഇഫക്റ്റീവായിട്ട് കണ്ടിട്ടില്ല. അതാണ് ആൻറ്റി മൈക്രോബിയൽസ്. സോ ആൻറ്റി മൈക്രോബിയൽസ് ദേ ആർ ഫൗണ്ട് ടു ബി എഗെയിൻസ്റ്റ് ബാക്ടീരിയ ഇൻ എ ലബോറട്ടറി, ബട്ട് എഗെയിൻസ്റ്റ് പ്ലാക്ക് ദേ ആർ നോട്ട് ഇഫക്റ്റീവ്. ഇനി പ്ലാക്ക് റെഡ്യൂസിങ് ഓർ പ്ലാക്ക് ഇൻഹിബിറ്ററി, അത് ആ ടൈമിൽ തന്നെയുണ്ട്. അതിൽ പ്ലാക്കിനെ റെഡ്യൂസ് ചെയ്യുകയോ പ്ലാക്കിനെ ഇൻഹിബിറ്റ് ചെയ്യുകയോ ചെയ്യുന്ന ഏജൻസ് ആണ്. ദേ മേ ഓർ മേ നോട്ട് ബി സഫിഷ്യൻറ്റ് ടു ഇൻഫ്ലുവൻസ് ജിഞ്ചൈവൈറ്റിസ് ഓർ കേരീസ്. പ്ലാക്കിനെ റെഡ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിലും ഇത് ജിഞ്ചൈവൈറ്റിസ് അല്ലെങ്കിൽ കേരീസിനെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യത്തിൽ നമുക്ക് ഉറപ്പില്ല. അടുത്ത ഏജൻറ്റ് ആൻറ്റി പ്ലാക്ക് ഏജൻറ്റ്സ്. ആൻറ്റി പ്ലാക്ക് എന്ന് പറയുമ്പോൾ ദേ ആർ എഗെയിൻസ്റ്റ് പ്ലാക്ക് ഇൻ സച്ച് എ ലെവൽ ദാറ്റ് ദേ ബെനഫിറ്റ് എഗെയിൻസ്റ്റ് ജിഞ്ചൈവൈറ്റിസ് ഓർ കേരീസ്. അപ്പോൾ പ്ലാക്ക് റെഡ്യൂസിങ് അല്ലെങ്കിൽ പ്ലാക്ക് ഇൻഹിബിറ്ററി എന്ന് പറയുമ്പോൾ വി ആർ നോട്ട് ഷുവർ വെദർ ദേ ക്യാൻ ഇൻഹിബിറ്റ് ജിഞ്ചൈവൈറ്റിസ് ഓർ കേരീസ്. പക്ഷേ ആൻറ്റി പ്ലാക്ക് എന്ന് പറയുമ്പം ദേ ക്യാൻ ബെനഫിറ്റ് എഗെയിൻസ്റ്റ് ജിഞ്ചൈവൈറ്റിസ് ആൻഡ് കേരീസ്. ഇനി ആൻറ്റി ജിഞ്ചൈവൈറ്റിസ് ഏജൻറ്റ്സ് ഉണ്ട്. ദേ റെഡ്യൂസ് ജിഞ്ചൈവൽ ഇൻഫ്ലമേഷൻ, ബട്ട് ദിസ് ഇസ് നോട്ട് നെസസറിലി ഇൻഫ്ലുവൻസിങ് ദ ബാക്ടീരിയൽ പ്ലാക്ക്. ഇവർ പ്ലാക്കിനെ ഇൻഹിബിറ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല, പക്ഷേ ഇവർ ജിഞ്ചൈവൽ ഇൻഫ്ലമേഷനെ കുറയ്ക്കുന്നുണ്ട്. അപ്പം ഇത് 4 ടേംസ്. ഓരോ ടേമിനെയും ഒന്ന് ഡിസെക്ട് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്താണെന്ന് മനസ്സിലാവും. 4 ഗ്രൂപ്പ് ഓഫ് ഏജൻസിൽ നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ള ഗ്രൂപ്പ് ഓഫ് ഏജൻസ് എന്ന് പറയുന്നത് ആൻറ്റി പ്ലാക്ക് ഏജൻസ് ആണ്. അതായത് ദ ഇൻഹിബിറ്റ് പ്ലാക്ക് ഇൻ സച്ച് എ വേ ദാറ്റ് വി ക്യാൻ ബെനിഫിറ്റ് അഗെയിൻസ്റ്റ് ജിഞ്ചൈവൈറ്റിസ് ആൻഡ് കേരീസ്. സോ 4 ജനറേഷൻ ഓഫ് ആൻറ്റി പ്ലാക്ക് ഏജൻസ് നമുക്ക് പഠിക്കാനുണ്ട്. ദിസ് ഇസ് ഇമ്പോർട്ടൻറ്റ്. ഫസ്റ്റ് ജനറേഷൻ, സെക്കൻഡ് ജനറേഷൻ, തേർഡ് ജനറേഷൻ ആൻഡ് ഫോർത്ത് ജനറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എന്താ പറയുന്നത്, നോട്ട് യെറ്റ് ഇൻ ടു ദ മാർക്കറ്റ്, ഇറ്റ് ഈസ് അണ്ടർ ട്രയലാണ്. അപ്പോൾ ഫസ്റ്റ് ജനറേഷൻ എന്ന് പറഞ്ഞാൽ ദ റെഡ്യൂസ് ദ പ്ലാക്ക് സ്കോർ ബൈ 20 to 50%. അതാണ് ആദ്യമായിട്ട് നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യം. പ്ലാക്ക് സ്കോർ 20 to 50% വരെ അവർക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. രണ്ടാമത്തെ പോയിന്റ്, നോ സിഗ്നിഫിക്കൻറ്റ് സബ്സ്റ്റാൻറ്റിവിറ്റി. ഓൺലി സം മിനിറ്റ്സ് മാത്രമാണ് നമ്മൾ അവരെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അവർ നമ്മളുടെ വായിൽ സ്റ്റേ ചെയ്യുന്ന സമയം. ഇതിന് എക്സാമ്പിളാണ് ആൻറ്റി മൈക്രോബിയൽ ഏജൻറ്റ്സ് ലൈക്ക് ആൻറ്റിബയോട്ടിക്സ്, ക്വാട്ടർണറി അമോണിയം കോമ്പൗണ്ട്സ് ലൈക്ക് CPC ഓർ അസെറ്റിൽ പെരിഡീനിയം ക്ലോറൈഡ്, എസെൻഷ്യൽ ഓയിൽസ്, ഫീനോളിക് കോമ്പൗണ്ട്സ്, പൊവിഡോൺ അയോഡിൻ പോലത്തെ കോമ്പൗണ്ട്സ്. ഇവരെല്ലാം ഫസ്റ്റ് ജനറേഷനാണ്. 20 to 50% പ്ലാക്ക് സ്കോർ റിഡക്ഷനും തരും. സിഗ്നിഫിക്കൻറ്റ് സബ്സ്റ്റാൻറ്റിവിറ്റി ഇല്ല. കമ്മിങ് ടു സെക്കൻഡ് ജനറേഷൻ, 70 to 90% പ്ലാക്ക് സ്കോർ റിഡക്ഷൻ ഉണ്ട്. രണ്ടാമത്തെ മെയിൻ പോയിന്റ് എന്താ? റിട്ടൻഷൻ ഓഫ് 25 to 30% ആഫ്റ്റർ ഈച്ച് 1 minute റിൻസ് ആൻഡ് ദേ റിമെയിൻ ആക്റ്റീവ് ഫോർ അവേഴ്സ്. അപ്പം നല്ലൊരു ഡിസൈറബിൾ ക്യാരക്ടറുള്ള ഏജൻസ് ആണ് സെക്കൻഡ് ജനറേഷൻ ഏജൻസ്. അതിൻ്റെ എക്സാമ്പിളാണ് ബിസ്ബൈഗ്വാനൈറ്റ്സ് ലൈക്ക് അവർ ക്ലോർഹെക്സിഡിൻ വിച്ച് ഇസ് സ്റ്റിൽ ദ ഗോൾഡ് സ്റ്റാൻഡേർഡ്. പിന്നെ അമൈൻ ഫ്ലൂറൈഡ്സ്, സ്റ്റാനസ് ഫ്ലൂറൈഡ്, മൗത്ത് റിൻസസ്. റിപ്പീറ്റഡ്ലി ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ്. ക്ലോർഹെക്സിഡിൻ കംസ് അണ്ടർ വിച്ച് ജനറേഷൻ ഓഫ് ആൻറ്റി പ്ലാക്ക് ഏജൻസ്? ഇറ്റ് ഇസ് സെക്കൻഡ് ജനറേഷൻ. തേർഡ് ജനറേഷൻ ഏജൻസിന് സിഗ്നിഫിക്കൻറ്റ് ആൻറ്റി മൈക്രോബിയൽ ആക്ഷൻ ഇല്ല. പിന്നെ അവർ എങ്ങനെ ആൻറ്റി പ്ലാക്ക് ആക്ഷൻ കാണിക്കുന്നത്? ദേ ഇൻ്റർഫിയർ വിത്ത് ദ ബാക്ടീരിയൽ അഡ്ഹഷൻ. ബാക്ടീരിയനെ കൊല്ലുന്നില്ല, ബാക്ടീരിയയുടെ ടൂത്തിലോട്ടുള്ള അഡ്ഹഷനെയാണ് അവർ ഇൻ്റർഫിയർ ചെയ്യുന്നത്. അതിൻ്റെ എക്സാമ്പിൾ അമിനോ ആൽക്കഹോൾസ്. ഡെൽമോപിനോൾ റിപ്പീറ്റഡ്ലി ചോദിച്ചിട്ടുണ്ട്. ഡെൽമോപിനോൾ ആക്ട്സ് ബൈ ഇൻ്റർഫിയറിംഗ് വിത്ത് ബാക്ടീരിയൽ അഡ്ഹഷൻ ആൻഡ് ഹെൻസ് ഇറ്റ് ഇസ് എ തേർഡ് ജനറേഷൻ ആൻറ്റി പ്ലാക്ക് ഏജൻസ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു ഫോർത്ത് ജനറേഷൻ ഇറ്റ് ഇസ് സ്റ്റിൽ അണ്ടർ എക്സ്പെരിമെൻ്റ് ആണ്. ഫോർത്ത് ജനറേഷൻ ഏജൻസ് എയിം ടു ഗിവ് എ പേഴ്സണലൈസ്ഡ് ഫ്ലോറ. ഓരോ ഇൻഡിവിജ്വലും ഈ മൗത്ത് റിൻസ് യൂസ് ചെയ്യുമ്പം ദേ വിൽ ഓൺ എ പേഴ്സണലൈസ്ഡ് ഫ്ലോറ ദാറ്റ് ഇസ് സ്റ്റിൽ നോട്ട് ഇൻ ദ മാർക്കറ്റ്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ക്ലോറെക്സിഡിനെ പറ്റിയ ഡീറ്റെയിൽസ് ആണ്. ക്ലോറെക്സിഡിൻ ഇസ് എ സ്ട്രോങ് ബേസ്. ഇതൊക്കെ ചെറിയ കാര്യങ്ങളാണ്, പക്ഷെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ക്ലോറെക്സിഡിൻ ഇസ് അസിഡിക്, ബേസിക്, ന്യൂട്രൽ എന്നൊക്കെ പറഞ്ഞ് ചോദിക്കും. ഇറ്റ് ഇസ് എ സ്ട്രോങ് ബേസ് ആൻഡ് ഇറ്റ് ഇസ് സ്റ്റേബിൾ ഇൻ ഇറ്റ്സ് സോൾട്ട് ഫോം. ഇതിന് ഡൈ കാറ്റയോണിക് ആണ്. 2 കാറ്റയോണിക് ഗ്രൂപ്പ്സ് ഉണ്ട് അറ്റ് pH ലെവൽസ് അബവ് 3.5.
പിന്നെ ക്ലോറെക്സിഡിൻ ഇസ് അവൈലബിൾ ഇൻ 3 ഫോംസ്: ഡൈഗ്ലൂക്കണേറ്റ്, അസറ്റേറ്റ് ആൻഡ് ഹൈഡ്രോക്ലോറേറ്റ് സോൾട്സ് ആയിട്ട് നമുക്ക് അവൈലബിൾ ആണ്. അതിൽ ഡൈഗ്ലൂക്കണേറ്റും അസറ്റേറ്റും സോയിലബിൾ ഇൻ വാട്ടർ ആണ്. ആൻഡ് ഹൈഡ്രോക്ലോറൈഡ് ഫോം ഇസ് സ്പെയറിംഗ്ലി സോയിലബിൾ ഇൻ വാട്ടർ. നമ്മൾ കോമൺ ആയിട്ട് കേട്ടിട്ടുള്ളത് ക്ലോറെക്സിഡിൻ ഡൈഗ്ലൂക്കണേറ്റ് എന്ന് പറയുന്ന ഫോർമുലേഷനാണ്. ഇനി ക്ലോറെക്സിഡിൻ ബാക്ടീരിയോസ്റ്റാറ്റിക് ആണോ ബാക്ടീരിയോസൈഡൽ ആണോ? ഇറ്റ് ഇസ് ബാക്ടീരിയോസ്റ്റാറ്റിക് അറ്റ് ലോ കോൺസെൻട്രേഷൻ ആൻഡ് ബാക്ടീരിയോസൈഡൽ അറ്റ് ഹൈ കോൺസെൻട്രേഷൻ. ബാക്ടീരിയോസ്റ്റാറ്റിക് ആക്ഷൻ ഒരു 12 hours കൂടുതലും സ്റ്റാറ്റിക് ആക്ഷൻ ഉണ്ടാവും ബൈ ഓൾട്ടറിങ് ദ ഇൻറ്റഗ്രിറ്റി ഓഫ് ദി ബാക്ടീരിയൽ സെൽ മെംബ്രെയിൻ. ബാക്ടീരിയൽ സെൽ മെംബ്രെയിൻ്റെ ഇൻറ്റഗ്രിറ്റി അത് നശിപ്പിക്കും. ആൻഡ് ഇറ്റ് ഇൻക്രീസസ് ദ പെർമിയബിലിറ്റി ആൻഡ് ലീക്കേജ് ഓഫ് ദ സെല്ലുലാർ കമ്പോണൻസ്. സെല്ലുലാർ കമ്പോണൻസ് എല്ലാം ലീക്ക് ഔട്ട് ചെയ്യും ബിക്കോസ് ഓഫ് ദ പെർമിയബിലിറ്റി ഓഫ് ദ സെൽ മെംബ്രെയിൻ. ഹൈ കോൺസെൻട്രേഷൻസിൽ എന്താ സംഭവിക്കുന്നത്? ദർ ഇസ് coagulation and precipitation of the cytoplasm. Coagulation and precipitation of the cytoplasmic proteins കാരണം the bacteria dies or there is a bactericidal activity. ഇനി പിൻകുഷൻ എഫക്റ്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ ടേം പെർട്ടൈനിങ് ടു ക്ലോറെക്സിഡിൻ. വാട്ട് ഇസ് ഇറ്റ്? നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു ക്ലോറെക്സിഡിൻ ഡൈകാറ്റോണിക് ആണ്. 2 കാറ്റോണിക് ഗ്രൂപ്പ്സ് ഉണ്ട്. ഇതിലെ 1 ചാർജ്ഡ് ഓർ 1 കാറ്റോണിക് മോളിക്യൂൾ ബൈൻഡ്സ് ടു ദ ടൂത്ത് ആൻഡ് 1 more ബൈൻഡ്സ് വിത്ത് ദ ബാക്ടീരിയ. ദെയർബൈ അതെന്താ ചെയ്യുന്നത്? ക്ലോറെക്സിഡിൻ മോളിക്യൂൾ ടൂത്തിൻ്റെയും ബാക്ടീരിയയുടെയും ഇടയ്ക്കൊരു ഇൻ്റർമീഡിയറ്റ് ആയിട്ട് ആക്റ്റീവ് ആണ്. അതായത് ബാക്ടീരിയയുടെ ഡയറക്റ്റ് ബൈൻഡിങ് ടു ദ ടൂത്തിനെ അത് ഇൻഹിബിറ്റ് ചെയ്യുന്നു. ദിസ് ഇസ് കോൾഡ് പിൻകുഷൻ എഫക്റ്റ്. സോ ക്ലോറെക്സിഡിൻ ലോ കോൺസെൻട്രേഷനിൽ ബാക്ടീരിയോസ്റ്റാറ്റിക് ആണ്, ഹൈ കോൺസെൻട്രേഷനിൽ ബാക്ടീരിയോസൈഡൽ ആണ്. ക്ലോറെക്സിഡിൻ ബാക്ടീരിയയുടെ ബൈൻഡിങ് ടു ദ ടൂത്ത് സർഫസിനെ ഇൻഹിബിറ്റ് ചെയ്യുന്നു. സോ ഒരു ഐഡിയൽ മോളിക്യൂളാണ്, പക്ഷേ ഇറ്റ് ഹാസ് സം ഡ്രോബാക്സ്. വാട്ട് ആർ ദ ഡ്രോബാക്സ്? ഫസ്റ്റ് വൺ ഇസ് ബ്രൗൺ ഡിസ്കളറേഷൻ. നമ്മൾ 2 ആഴ്ചത്തേക്ക് ക്ലോറെക്സിഡിൻ പ്രിസ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ദെൻ വി ഷുഡ് ടേക്ക് എ ബ്രേക്ക്. നോട്ട് മോർ ദാൻ 2 weeks വി ഷുഡ് യൂസ് ക്ലോറെക്സിഡിൻ കണ്ടിന്യൂസ്ലി ബിക്കോസ് ഇറ്റ് കോസസ് ബ്രൗണിഷ് ഡിസ്കളറേഷൻ ഓഫ് ദ ടീത്ത്. ദിസ് ഇസ് ഡ്യൂ ടു 2 reasons ആണ് മെയിനായിട്ടും പറയുന്നത്. മൈലാഡ് റിയാക്ഷൻ. മൈലാഡ് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ നോൺ എൻസൈമാറ്റിക് ബ്രൗണിങ് റിയാക്ഷൻ എന്നാണ് പറയുന്നത്. രണ്ടാമത്തത് ഫോർമേഷൻ ഓഫ് ദ പിഗ്മെൻറ്റഡ് മെറ്റൽ സൾഫൈഡ്സ്. അതായത് ക്ലോറെക്സിഡിന് പ്രോട്ടീൻ ഡീനാച്ചുറേഷൻ ബ്രിങ് അബൌട്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ പ്രോട്ടീൻ ഡീനാച്ചുറേഷൻ ഉണ്ടാക്കിയിട്ട് ഇറ്റ് റിലീസസ് സൾഫൈഡ്സ്. ദിസ് റിയാക്ട്സ് വിത്ത് അയൺ തിൻ പോലത്തെ എലമെൻറ്റ്സ് ആൻഡ് ഫോംസ് പിഗ്മെൻറ്റഡ് മെറ്റൽ സൾഫൈഡ്സ്. ഇത് രണ്ടുമാണ് മേജർ മെക്കാനിസംസ്. പിന്നെ ബ്രൗൺ ഡിസ്കളറേഷൻ അല്ലാതെ ഉള്ള ഡ്രോബാക്സ് ആണ് ഇൻക്രീസ്ഡ് കാൽസിഫിക്കേഷൻ, ഇൻക്രീസ്ഡ് സുപ്രാജിഞ്ചൈവൽ കാൽക്കുലസ് ഫോർമേഷൻ, ഓറൽ മ്യൂക്കോസൽ ഇറോഷൻസ്, യൂണിലാറ്ററൽ പെരോട്ടിഡ് സ്വെല്ലിംഗ് ആൻഡ് ചേഞ്ച് ഇൻ ദ ടേസ്റ്റ് സെൻസേഷൻ ഓർ ബിറ്റർ ടേസ്റ്റ് ഇൻ ദ മൗത്ത്. ക്ലോറെക്സിഡിൻ്റെ ഒരുപാട് ഫോർമുലേഷൻസ് അവൈലബിൾ ആണ്. മൗത്ത് വാഷസ്, ജെൽ, വാർണിഷസ്, ച്യൂയിങ് ഗംസ് ഒക്കെ. അതിൽ ഏറ്റവും കോമൺ ആയിട്ടുള്ളതും ഏറ്റവും ഫേമസ് ആയിട്ടുള്ളതും ക്ലോറെക്സിഡിൻ മൗത്ത് വാഷസ് ആണ്. അതിൽ 2 ബ്രാൻഡ് നെയിംസ് ഓർത്തിരിക്കണം: കോർസോഡൈൽ ആൻഡ് പെരിഡെക്സ്. 2 കോൺസെൻട്രേഷനിലും മൗത്ത് വാഷസ് അവൈലബിൾ ആണ്. 0.2%ഉം 0.12%ഉം. അതിൽ കോർസോഡൈൽ ഇസ് 0.2% ക്ലോറെക്സിഡിൻ, 10 ml വോളിയം പെർ റിൻസ്. സോ ഇറ്റ് ഡെലിവേഴ്സ് 20 milligram ഓഫ് ക്ലോറെക്സിഡിൻ. പെരിഡെക്സ് എന്ന് പറയുന്നത് 0.12% ക്ലോറെക്സിഡിൻ. അത് നമ്മൾ 15 ml വോളിയം പെർ റിൻസ് യൂസ് ചെയ്യണം. ഇറ്റ് ഡെലിവേഴ്സ് 18 milligram ഓഫ് ക്ലോറെക്സിഡിൻ. പിന്നെ ലോക്കൽ ഡ്രഗ് ഡെലിവറിക്ക് നമ്മൾ ക്ലോറെക്സിഡിൻ യൂസ് ചെയ്യാറുണ്ട്. ഇറ്റ് ഇസ് നോൺ ആസ് പെരിയോ ചിപ്പ്. പെരിയോ ചിപ്പ് ഡെലിവർ ചെയ്യുന്നത് 2.5 milligram ഓഫ് ക്ലോറെക്സിഡിൻ ഗ്ലൂക്കണേറ്റ് ആണ്. പെരിയോ ചിപ്പിനെ പറ്റി ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. പെരിയോ ചിപ്പ് ഇസ് എ സ്മോൾ ഓറഞ്ച് ബ്രൗൺ ടൂം സ്റ്റോൺ ഷേപ്ഡ് ചിപ്പാണ്. ഇറ്റ് ഇസ് ഫോർ ഇൻസേർഷൻ ഇൻ ദ പെരിഡോണ്ടൽ പോക്കറ്റ്. ദിസ് ഇസ് അപ്രൂവ്ഡ് ബൈ FDA in 1998. പിന്നെ ഇതിൻ്റെ കുറച്ച് ഡയമെൻഷൻസ് നമ്മൾ പഠിക്കണം. 7.4 milligram വെയിറ്റ് ഉണ്ട് ഇതിന്. ഡയമെൻഷൻസ് 4 mm × 5 mm × 0.35 mm. 35, 40, 50 എന്ന് ഓർത്താൽ മതി. റിലീസ് ഓഫ് ക്ലോറെക്സിഡിൻ എന്ന് പറയുന്നത് ഇറ്റ്സ് എ ബൈഫേസിക് മാനർ. അതായത് ഒരു 40% ഫസ്റ്റ് 24 hours തന്നെ നമ്മൾ വെച്ച് ഫസ്റ്റ് ഡേക്കുള്ളിൽ തന്നെ റിലീസാവും. ഇതിനെ നമ്മൾ ഇനിഷ്യൽ ബേസ്റ്റ് ഇഫക്റ്റ് എന്ന് പറയും. റിമൈനിങ് 60% ഇൻ എ ലീനിയർ ഫാഷൻ ഇറ്റ് ഈസ് റിലീസ്ഡ് ഇൻ 7 to 10 days ആൻഡ് ദിസ് ഇസ് ഡ്യൂ ടു എൻസൈമാറ്റിക് ഡീഗ്രഡേഷൻ. ആദ്യത്തെ 40% മോസ്റ്റ്ലി ഡിപ്പെൻഡൻ്റ് ഓൺ ഡിഫ്യൂഷൻ ആയിരുന്നു. റിമൈനിങ് 60% 7 to 10 days പീരീഡിലാണ് റിലീസ് ചെയ്യപ്പെടുന്നത്. ദാറ്റ് ഇസ് ഡ്യൂ ടു എൻസൈമാറ്റിക് ഡീഗ്രഡേഷൻ. ആഫ്റ്റർ കെമിക്കൽ മെക്കാനിക്കൽ പ്ലാക്ക് കൺട്രോൾ ആണുള്ളത്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ എന്ന് പറയുന്നത് ടൂത്ത് ബ്രഷാണ്. ടൂത്ത് ബ്രഷിൻ്റെ ADA സ്പെസിഫിക്കേഷൻ നമ്പർ, മാനുവൽ ടൂത്ത് ബ്രഷസിൻ്റെ ADA സ്പെസിഫിക്കേഷൻ നമ്പർ ഇസ് 119. എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ഇനി ADA സ്പെസിഫിക്കേഷൻ 119 പ്രകാരമുള്ള അതിൻ്റെ റിക്വയർമെൻറ്റ്സ് ആണ്. ഇറ്റ് ഷുഡ് ബി 1 to 1.25 inches long, 5/16 to 3/8 inches wide, 2 to 4 rows of bristles ഉണ്ടാവണം ആൻഡ് 5 to 12 tufts ഉണ്ടാവണം ഓരോ റോയിലും. Then there should be 80 to 85 bristles
പെർ ടഫ്റ്റ്. ഈ നമ്പേഴ്സ് ഓർത്തിരിക്കണം, ഇതും ചോദിച്ചിട്ടുണ്ട്. സോ 1 to 1.25 inches ലോങ്, 5/16 to 3/8 inches വൈഡ്, 2 to 4 rows of bristles, ഓരോ റോയിലും 5 to 12 tufts, ഓരോ ടഫ്റ്റിലും 80 to 85 bristles. ഇനി പാർട്സ് ഓഫ് ദ ടൂത്ത് ബ്രഷ് ഒക്കെ എളുപ്പമാണ്. ഫിഗറിൽ നോക്കി, ഹെഡ് ഓഫ് ദ ബ്രഷ് ഉണ്ട്, നെക്ക് ഓഫ് ദ ബ്രഷ് ഉണ്ട്, ബോഡി ഓഫ് ദ ബ്രഷ് ഉണ്ട്. ആൻഡ് ഹെഡ് ഹാസ് 2 parts, ടോ ആൻഡ് ഹീൽ. ഒരു ടഫ്റ്റിൽ എത്ര ബ്രിസിൽസ് ഉണ്ടെന്നാണ് പറഞ്ഞത്? 80 to 85 bristles പെർ ടഫ്റ്റ്. ഇനി ഈച്ച് ബ്രിസിലിൻ്റെ ഹാർഡ്നെസ്സിനെ പറ്റി 2 റിലേഷൻ ഉണ്ട്. ബ്രിസിൽ ഹാർഡ്നെസ് ഇസ് പ്രൊപ്പോർഷണൽ ടു ദ സ്ക്വയർ ഓഫ് ഡയമീറ്റർ ഓഫ് ദ ബ്രിസിൽ. ദാറ്റ് മീൻസ് അത് തമ്മിലൊരു ഡയറക്റ്റ് റിലേഷൻഷിപ്പാണ്. ഡയമീറ്റർ ഓഫ് ദ ബ്രിസിൽ കൂടും തോറും അതിൻ്റെ കട്ടിയും കൂടും. ബട്ട് ഇറ്റ് ഹാസ് എൻ ഇൻവേഴ്സ് പ്രൊപ്പോർഷണാലിറ്റി ടു ദ സ്ക്വയർ ഓഫ് ദ ബ്രിസിൽ ലെങ്ത്. ബ്രിസിൽ ലെങ്ത് കൂടുമ്പോൾ അതിൻ്റെ ഹാർഡ്നെസ് കുറയും, അല്ലെങ്കിൽ അത് കൂടുതൽ ഫ്ലെക്സിബിൾ ആവും. സോ H or hardness is directly proportional to diameter square and it is inversely proportional to the square of the length. ഇനി ബ്രിസിലിൻ്റെ ഹാർഡ്നെസ് അനുസരിച്ച് അതിനെ 4 ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. സൂപ്പർ സോഫ്റ്റ്, മീഡിയം ആൻഡ് ഹാർഡ്. അതിൽ സൂപ്പർ സോഫ്റ്റിൻ്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് 0.1 millimeters ആണ്. സോഫ്റ്റ് ഇസ് 0.2, മീഡിയം 0.3 ആൻഡ് ഹാർഡ് 0.4 millimeters. ചിലപ്പോൾ ഇത് ഇഞ്ചസിൽ ചോദിക്കാറുണ്ട്. സോഫ്റ്റ്, മീഡിയം, ഹാർഡ്. സോഫ്റ്റിന് 0.007 inches, മീഡിയം ഇസ് 0.012 inches ആൻഡ് ഹാർഡ് ഹാസ് 0.014 inches ഡയമീറ്റർ. ടൂത്ത് ബ്രഷ് നമ്മൾ യൂസ് ചെയ്യുന്നത് ടൂത്ത് പേസ്റ്റ് ഓർ ഡെൻറ്റിഫ്രൈസിൻ്റെ കൂടെയാണ്. ഡെൻറ്റിഫ്രൈസിൻ്റെ കോമ്പോസിഷനും ഇമ്പോർട്ടൻ്റ് ആണ്. അതിലെ ഈച്ച് കമ്പോണൻറ്റിൻ്റെയും റോള് എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. അബ്രേസീവായിട്ട് മോസ്റ്റ് കോമൺലി കാണുന്ന ഇൻഗ്രീഡിയൻ്റ് ആണ് SiO2, Al2O3 ആൻഡ് COCO3. സിലിക്ക, അലുമിനം ആൻഡ് കാൽഷ്യം കാർബണേറ്റ് ആണ് അബ്രേസീവ്സ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഹ്യൂമെക്ടൻസ് അല്ലെങ്കിൽ അതിനകത്തെ മോയ്സ്ചർ റീറ്റെയിൻ ചെയ്യുന്ന ഇൻഗ്രീഡിയൻസ് ആണ് സോർബിറ്റോൾ, ഗ്ലിസറോൾ, മാനിറ്റോൾ. ഓൾ ആൽക്കഹോൾസ് ആണ്. ഓൾ എൻഡ് ചെയ്യുന്ന 3 സാധനങ്ങളാണ് സോർബിറ്റോൾ, ഗ്ലിസറോൾ, മാനിറ്റോൾ. ഇനി തിക്കനിങ് ഏജൻ്റ് ആണ് കാർബോക്സി മീഥൈൽ സെല്ലുലോസ്. സോപ്പ് ഓർ ഡിറ്റർജൻ്റ് ആണ് SLS അല്ലെങ്കിൽ സോഡിയം ലോറൈൽ സൾഫേറ്റ്. നമ്മൾ പറയാറില്ലേ, ബ്രഷിങ് കഴിഞ്ഞിട്ട് ഒരു 20 minutes to half an hour നേരത്തേക്ക് മൗത്ത് വാഷ് ഒന്നും യൂസ് ചെയ്തരുതെന്ന്. ദിസ് ഇസ് ബിക്കോസ് ദി സോഡിയം ലോറൈൽ സൾഫേറ്റ് ഇൻറ്ററാക്ട്സ് വിത്ത് ദ ക്ലോറക്സിഡിൻ ആൻഡ് മേക്സ് ദ ക്ലോറക്സിഡിൻ ഇനാക്റ്റീവ്. സോ ദാറ്റ് സോപ്പ് ഓർ ഡിറ്റർജൻറ്റ് ഇൻഗ്രീഡിയൻറ്റ് ഇസ് സോഡിയം ലോറൈൽ സൾഫേറ്റ്. ദെൻ ഡിഫറെൻറ്റ് തെറാപ്യൂട്ടിക് ഏജൻറ്റ്സ് നമുക്ക് ഡെൻറ്റിഫ്രൈസിലോട്ട് ആഡ് ചെയ്യാം. ഫ്ലൂറൈഡ്സ് നമുക്ക് ആഡ് ചെയ്യാം, ആൻറ്റി കെരീസ് ഏജൻ്റ് ആയിട്ട്. പൈറോഫോസ്ഫേറ്റ്സ് ആഡ് ചെയ്യാം, ആൻറ്റി കാൽക്കുലസ് ഏജൻസ് ആയിട്ട്. ദെൻ പൊട്ടാഷ്യം നൈട്രേറ്റ് ആഡ് ചെയ്യാം, ഡീസെൻസിറ്റൈസിങ് ഏജൻ്റ് ആയിട്ട്. അത് ഡിപ്പെൻഡിങ് അപ്പോൺ അവർ നീഡ് വി ക്യാൻ ആഡ് ഡിഫറെൻറ്റ് തെറാപ്യൂട്ടിക് ഏജൻറ്റ്സ്. ഇനി ബൈൻഡിങ് ഏജൻറ്റ്സ് ഉണ്ട്. ഈ കമ്പോണൻസിനെ എല്ലാം കൂടെ ബൈൻഡ് ചെയ്യുന്ന ഏജൻറ്റ്സ് ആണ് ആൽജിനേറ്റ് ആൻഡ് കെരാജിനേറ്റ്. പിന്നെ ഫ്ലേവറിങ് ഏജൻറ്റ്സ് ഉണ്ട്. മോസ്റ്റ് കോമൺലി പെപ്പർമിൻറ്റ് ഓയിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ആൻഡ് ഫൈനലി there's a preservative in the dentifrice which is benzoic acid. കോമൺ ആയിട്ട് ചോദിച്ചിട്ടുള്ളത് ഹ്യൂമെക്ടൻറ്റ് ചോദിച്ചിട്ടുണ്ട്. which of the following ingredient is added as humectant in dentifrice? സോർബിറ്റോൾ, ഗ്ലിസറോൾ, മാനിറ്റോൾ ഓർക്കണം. ആൻഡ് സോപ്പ് ഓർ ഡിറ്റർജൻറ്റ് ഇസ് സോഡിയം ലോറൈൽ സൾഫേറ്റ്. ഇനി നമ്മുടെ പാറ്റേൺ ഓഫ് മൂവ്മെൻറ്റ് ഓഫ് ദ ടൂത്ത് ബ്രഷ്. there are 5 different patterns. ഈ ഓരോ ഡിഫറെൻറ്റ് പാറ്റേണിലും ഡിഫറെൻറ്റ് ടൂത്ത് ബ്രഷിംഗ് ടെക്നിക്സും ഉണ്ട്. റോൾ പാറ്റേൺ ഓഫ് മൂവ്മെൻറ്റിലുള്ള ബ്രഷിംഗ് ടെക്നിക്കാണ് മോഡിഫൈഡ് സ്റ്റിൽമാൻ. പഠിക്കണേ, റോൾ ചെയ്ത് യൂസ് ചെയ്യുന്നതാണ് മോഡിഫൈഡ് സ്റ്റിൽമാൻ. വൈബ്രേറ്ററി ഒരു കോമൺ പാറ്റേൺ ഓഫ് മൂവ്മെൻ്റ് ആണ്. വൈബ്രേറ്ററി മൂവ്മെൻറ്റിൽ 3 ബ്രഷിംഗ് ടെക്നിക്സ് ഉണ്ട്: ബാസ്, സ്റ്റിൽമാൻ ആൻഡ് ചാർട്ടർ. സർക്കുലർ മൂവ്മെൻറ്റ് കാണിക്കുന്നത് ഫോൺസ് ബ്രഷിംഗ് ടെക്നിക്കിലാണ്. സർക്കുലർ മൂവ്മെൻറ്റ്. Vertical pattern of movement is seen in Leonard brushing technique and horizontal pattern of movement is seen in scrub technique. ഓരോ ബ്രഷിംഗ് ടെക്നിക്കിനും ഏത് പാറ്റേൺ ഓഫ് മൂവ്മെൻ്റ് ആണെന്ന് ഓർത്തിരിക്കണം. നമ്മൾ സ്ക്രബ് ടെക്നിക്ക് ഉണ്ടല്ലോ, ദിസ് ഇസ് ദ മോസ്റ്റ് കോമൺ ടെക്നിക്ക്. നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് കാണുന്നത് സ്ക്രബ് ടെക്നിക്കാണ്. നമ്മൾ ഫ്രം പോസ്റ്റീരിയർ ടു ആൻറ്റീരിയർ വി ആർ സ്ക്രബിങ് അവർ ടീത്ത് വിത്ത് ദ ടൂത്ത് ബ്രഷ്. രണ്ടാമത്തത് ഒരു MCQ ചോദിച്ചിട്ടുള്ളത് വിച്ച് ഇസ് ദ ലീസ്റ്റ് എഫിഷ്യൻറ്റ് ടെക്നിക്? ഇറ്റ് ഇസ് റോൾ ടെക്നിക്ക് അത്ര എഫിഷ്യൻറ്റ് അല്ല ഫോർ റിമൂവൽ ഓഫ് പ്ലാക്ക് ഫ്രം ഓൾ ദ സർഫസസ് ഓഫ് ദ ടീത്ത്. ആൻഡ് വിച്ച് ടെക്നിക് ഇസ് റെക്കമെൻഡഡ് ഇൻ ചിൽഡ്രൻ ചോദിച്ചിട്ടുണ്ട്. ഇറ്റ് ഇസ് ഫോൺസ് ടെക്നിക്. നമ്മൾ പറയാറില്ലേ, ബിഗ് സർക്കിൾസ് നമ്മൾ ചിൽഡ്രനോട് എയറിൽ വരയ്ക്കാൻ പറയും ആഫ്റ്റർ എക്സ്റ്റെൻഡിങ് ദെയർ ഹാൻഡ്സ്. എന്നിട്ട് അത് സ്മോളർ സർക്കിൾസ് ആക്കി കൊണ്ടുവന്ന് വി ഹാവ് ടു ബ്രിങ് ദ ബ്രഷ് നിയർ ടു ദ ഓറൽ ക്യാവിറ്റി. അങ്ങനെയാണ് നമ്മൾ കുട്ടികളെ ബ്രഷിംഗ് ടെക്നിക്ക് പഠിപ്പിക്കുന്നത്. സോ ഈസിലി പിള്ളേർക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന ടെക്നിക്കാണ് ഫോൺസ് ടെക്നിക്, സർക്കുലർ ഓർ ഫോൺസ് ടെക്നിക്.
ഏറ്റവും കോമൺ സ്ക്രബാണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. ഏറ്റവും ഈസി ടെക്നിക്കും സ്ക്രബ് ടെക്നിക്കാണ്. ഇറ്റ് ഈസ് റെക്കമെൻഡഡ് ഓൺലി ഇൻ ചിൽഡ്രൻ ഓഫ് 6 to 8 years ഓഫ് ഏജ്. നമ്മളൊരു 8 years ഒക്കെ കഴിയുമ്പോഴത്തേക്കും നമ്മൾ ആ സ്ക്രബ് ടെക്നിക്കിൽ നിന്നും നമ്മൾ ബാസ് അല്ലെങ്കിൽ മോഡിഫൈഡ് ബാസ് ടെക്നിക്കിലോട്ടൊക്കെ നമ്മൾ വരണം. ബാസ് ടെക്നിക്കിൽ വി ക്യാൻ ഇൻട്രൊഡ്യൂസ് ദ ബ്രിസിൽസ് ഇൻ ടു ജിഞ്ചൈവൽ സൾക്കസ്. നമ്മൾ ബ്രിസിൽസിനെ ജിഞ്ചൈവൽ സൾക്കസിലോട്ട് ആംഗുലേറ്റ് ചെയ്തിട്ടാണ് വെക്കുന്നത്, സോ ദാറ്റ് വി ക്യാൻ ക്ലീൻ ഇൻസൈഡ് ദ സൾക്കസ് ഓൾസോ. മോഡിഫൈഡ് ബാസിലുള്ള ഡിഫറൻസ് എന്താണ്? നമ്മൾ ആൻട്രോ പോസ്റ്റീരിയർ ഡയറക്ഷനിൽ ഒരു മൂവ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ ഈ ബ്രഷ് ഹെഡിനെ ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് ഒക്ലൂസൽ ഡയറക്ഷനിലോട്ടും കൂടെ മൂവ് ചെയ്യും. അതാണ് മോഡിഫൈഡ് ബാസ് ടെക്നിക്കിലെ ഡിഫറൻസ്. ഇനി ഫോൺസ് ടെക്നിക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ സർക്കുലർ മൂവ്മെൻ്റ് ആണ്, ചിൽഡ്രനിൽ റെക്കമെൻഡഡ് ആയിട്ടുള്ള ടെക്നിക്കാണ്. അതിൽ ബ്രിസിൽസ് നമ്മൾ 90 ഡിഗ്രിയിലാണ് പല്ലിലോട്ട് വെക്കുന്നത്. ആൻഡ് എൻറ്റയർ ബ്രഷ് ഹെഡിനെ നമ്മൾ സർക്കുലർ ആയിട്ടുള്ള ഒരു സ്ക്രബിങ് മോഷനിൽ മൂവ് ചെയ്യും. യങ് ചിൽഡ്രനിന് മാനുവൽ ഡെക്സ്ട്രിറ്റി ഒക്കെ കുറവായിരിക്കും. അപ്പോൾ ദിസ് ഇസ് ദ ഈസിയസ്റ്റ് ഫോർ ദം. ഇനി മോഡിഫൈഡ് സ്റ്റിൽമാൻ ടെക്നിക് നമ്മൾ ആദ്യം പറഞ്ഞു, അതൊരു റോൾ ടെക്നിക്കാണ്. റോൾ മൂവ്മെൻറ്റ് ഓഫ് ദ ബ്രഷ് ഹെഡാണ് സംഭവിക്കുന്നത്. ഇറ്റ് ഈസ് ഇൻഡിക്കേറ്റഡ് ഇൻ ജിഞ്ചൈവൽ റിസെഷൻ. ഇതിൽ നമ്മൾ ബാസ് ടെക്നിക്കിലൊക്കെ വെച്ച പോലെ തന്നെ ബ്രഷ് ഹെഡ് ഇസ് ഡയറക്റ്റഡ് ടുവേർഡ്സ് ദ ജിഞ്ചൈവൽ സൾക്കസ് ആണ്. ആൻഡ് ദ ഹെഡ് ഓഫ് ദ ബ്രഷ് റൊട്ടേറ്റ്സ് പ്രോഗ്രസീവ്ലി ഇൻ ആൻ ഒക്ലൂസൽ ഡിറക്ഷൻ. ഒക്ലൂസൽ ഡയറക്ഷനിലാണ് നമ്മൾ പ്രോഗ്രസീവ്ലി അതിനെ റൊട്ടേറ്റ് ചെയ്യുന്നത്. ആ ഫിഗറിൽ നമുക്ക് കാണാൻ പറ്റും. ഇനി ചാർട്ടേഴ്സ് ടെക്നിക്കിൽ നമ്മൾ ബ്രഷ് പ്ലേസ് ചെയ്യുന്നത് തന്നെ ഇറ്റ് ഇസ് ടുവേർഡ്സ് ദ ഒക്ലൂസൽ സർഫസ്. എന്നിട്ട് നമ്മൾ ബ്രഷിനെ ബാക്ക് ആൻഡ് ഫോർത്ത് മൂവ് ചെയ്യും യൂസിങ് എ റോട്ടറി മോഷൻ. അപ്പം ഈ ടെക്നിക്കിൽ നമ്മൾ ജിഞ്ചൈവേനെ ഹേർട്ട് ചെയ്യുന്നതേ ഇല്ല. സോ ചാർട്ടേഴ്സ് ഇസ് ദ ടെക്നിക് വിച്ച് ഇസ് യൂസ്ഡ് ഇൻ പോസ്റ്റ് പെരിഡോണ്ടൽ സർജറി പീരീഡ്. പെരിഡോണ്ടൽ സർജറി കഴിഞ്ഞിട്ടിരിക്കുന്ന പേഷ്യൻസിന് ജിഞ്ചൈവെ നമുക്ക് ഡിസ്റ്റർബ് ചെയ്യാൻ പാടില്ല. സോ നമ്മളതിനെ ഒക്ലൂസലി ഡയറക്റ്റ് ചെയ്തിട്ട് വേണം പിടിക്കാൻ. ഫൈൻ. പിന്നെ ഫിസിയോളജിക്കൽ അല്ലെങ്കിൽ സ്മിത്ത് ടെക്നിക്കിൽ നമ്മളൊരു സോഫ്റ്റ് ടൂത്ത് ബ്രഷ് എടുത്ത് ഇറ്റ് ഇസ് സ്വീപ്ഡ് ഫ്രം ദ കൊറോണൽ പോർഷൻ അപ്പൈക്കലി ടുവേർഡ്സ് ദ ജിഞ്ചൈവൽ മാർജിൻ ആൻഡ് ടുവേർഡ്സ് ദ അറ്റാച്ച് ജിഞ്ചൈവ. ഇതിനെ ഫിസിയോളജിക്കൽ എന്ന് പറയാൻ കാരണം ഇറ്റ് ഇസ് സിമിലർ ടു ദ പാത്ത് വേ ഓഫ് ദ ഫുഡ് ഡ്യൂറിങ് മാസ്റ്റിക്കേഷൻ. നമ്മൾ ചവയ്ക്കുമ്പോൾ ഫുഡ് കയറിപ്പോകുന്ന ഒരു ഡയറക്ഷനാണത് കൊറോണൽ പോർഷനിൽ നിന്ന്. അത് അപ്പൈക്കലി മൂവ് ചെയ്യും ജിഞ്ചൈവൽ മാർജിൻ ആൻഡ് അറ്റാച്ച് ജിഞ്ചൈവയിലോട്ട്. ഈ ബ്രഷിംഗ് ടെക്നിക്ക് കുറച്ച് ഡിഫിക്കൽട്ടാണ്. ഇതിനെയാണ് നമ്മൾ ഫിസിയോളജിക്കൽ അല്ലെങ്കിൽ സ്മിത്ത് ടെക്നിക്ക് എന്ന് പറയുന്നത്. ടൂത്ത് ബ്രഷ് ഡെൻറ്റിഫ്രൈസ് ഒക്കെ കഴിഞ്ഞിട്ട് അടുത്ത മെക്കാനിക്കൽ പ്ലാക്ക് കൺട്രോൾ ഏജൻ്റ് ആണ് ഡെൻറ്റൽ ഫ്ലോസ്. ഡെൻറ്റൽ ഫ്ലോസ് കണ്ടുപിടിച്ചത് പാംലിയാണ്, ലെവി സ്പിയർ പാംലി, ആൻഡ് ഹീസ് റിഗാർഡഡ് ആസ് ദ ഫാദർ ഓഫ് ഓറൽ ഹൈജീൻ. നമുക്ക് 3 ടൈപ്പ് ഓഫ് എംബ്രേഷേഴ്സ് ഉണ്ട്. ടൈപ്പ് 1, ടൈപ്പ് 2 ആൻഡ് ടൈപ്പ് 3. ടൈപ്പ് 1 എംബ്രേഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ടിപ്പ് ഓഫ് ദ പാപ്പില്ല എന്ന് പറയുന്നത് കോണ്ടാക്ട് പോയിന്റ് ബിറ്റ്വീൻ 2 ടീത്ത് വരെയും കംപ്ലീറ്റ്ലി ഫിൽഡ് ആയിരിക്കും. ഫിഗറിൽ നമുക്ക് കാണാൻ പറ്റും. ടൈപ്പ് 2വിൽ കോണ്ടാക്ട് പോയിന്റ് ഓഫ് ദ 2 ടീത്തിൻ്റെ അവിടെ നിന്ന് അപ്പൈക്കലി പാപ്പില ഇറങ്ങിയിട്ടുണ്ടാവും. പക്ഷേ സെർവൈക്കൽ പോർഷൻ ഓഫ് ദ ടൂത്തിന് കൊറോണലായിട്ടായിരിക്കും പാപ്പിലയുടെ പൊസിഷൻ. ടൈപ്പ് 3ൽ ഈവൻ സെർവൈക്കൽ പോർഷൻ അല്ലെങ്കിൽ സെർവൈക്കൽ ലൈൻ ഓഫ് ദി ടൂത്തിൻ്റെയും താഴെ അല്ലെങ്കിൽ അപ്പൈക്കലായിട്ട് ആയിരിക്കും പാപ്പില നിൽക്കുന്നത്. ഇങ്ങനെ 3 ടൈപ്പ് ഓഫ് എംബ്രേഷേഴ്സ് ആണ് നമുക്കുള്ളത്. സോ ടൈപ്പ് 1 പാപ്പില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ഫില്ലാണ്. ഈ ടൈപ്പ് 1 എംബ്രേഷർ അല്ലെങ്കിൽ ഇൻഡെന്റൽ സ്പേസിലാണ് നമ്മൾ ഡെൻറ്റൽ ഫ്ലോസ് ഉപയോഗിക്കേണ്ടത്. ടൈപ്പ് 2വിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ഇന്റർഡെന്റൽ ഓർ പ്രോക്സ ബ്രഷാണ്. ടൈപ്പ് 3ൽ നമ്മൾ യൂസ് ചെയ്യുന്നത് യൂണി ടഫ്റ്റഡ് ബ്രഷാണ്. സോ ടൈപ്പ് 1ൽ ഫ്ലോസ്, ടൈപ്പ് 2വിൽ ഇന്റർഡെന്റൽ അല്ലെങ്കിൽ പ്രോക്സ ബ്രഷ്. അത് ബോട്ടിൽ ബ്രഷ് പോലെ ഇരിക്കുന്ന ബ്രഷാണ് ഇന്റർഡെന്റൽ അല്ലെങ്കിൽ പ്രോക്സ ബ്രഷ്. യൂണി ടഫ്റ്റഡ് എന്ന് പറഞ്ഞാൽ ഒരു സിംഗിൾ ടഫ്റ്റ് ഓഫ് ബ്രിസിൽസ് ആണ് യൂണി ടഫ്റ്റഡ് ബ്രഷ്. ഇനി ഫ്ലോസ് തന്നെ 2 ടൈപ്പ് ഉണ്ട്, വാക്സ്ഡ് ഉണ്ട്, അൺവാക്സ്ഡ് ഉണ്ട്. ഈ വാക്സ്ഡ് ഡെന്റൽ ഫ്ലോസിൻ്റെ കോട്ടിംഗ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഇറ്റ് ഇസ് സ്പെർമാസിറ്റി അല്ലെങ്കിൽ വിച്ച് ഇസ് ഡിറൈവ്ഡ് ഫ്രം ദ വെയിൽ സ്പേം. ഓക്കെ. പിന്നെ വി ഹാവ് അൺവാക്സ്ഡ്. ഇനി സ്പൂൾ ടെക്നിക്കും ലൂപ്പ് ടെക്നിക്കും ഉണ്ട് ഫ്ലോസിങ്ങിന് വേണ്ടിയിട്ട്. സ്പൂൾ ടെക്നിക്കിൽ വാട്ട് ഇസ് ദ ലെങ്ത് ഓഫ് ദ ഫ്ലോസ് വി ടേക്ക് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് 18 centimeters. ടൈപ്പ് 2 നമ്മൾ പറഞ്ഞ പോലെ സ്മോൾ കോണിക്കൽ ഷേപ്ഡ് ബ്രഷസ് ആണ്. അതിൽ വിച്ച് ഇസ് യൂസ്ഡ് ഇൻ ലാർജ് ഓപ്പൺ എംബ്രേഷർ സ്പേസസ്. ടൈപ്പ് 3 യൂണി ടഫ്റ്റഡ് ബ്രഷ് യൂസ് ചെയ്യേണ്ട സ്പേസ് ആണ്. And it is especially used in lingual surface of mandibular molars and palatal and distal surface of the maxillary molars. Most commonly യൂണി ടഫ്റ്റഡ് ബ്രഷ് എവിടെയാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ലിംഗ്വൽ സർഫസ് ഓഫ് ദ മാൻഡിബുലാർ മോളാസ്, പാലറ്റൽ ആൻഡ് ഡിസ്റ്റൽ സർഫസ് ഓഫ് ദ മാക്സിലറി മോളാസ്. വേറെ കുറച്ച് ഇൻറ്റർഡെന്റൽ എയ്ഡ്സ് നോക്കാം. വൺ ഇസ് ടൂത്ത് പിക്ക്. ടൂത്ത് പിക്ക് ഇസ് ഓൾസോ യൂസ്ഡ് ഇൻ ഓപ്പൺ കോണ്ടാക്ട്സ്. ടൈറ്റ് കോണ്ടാക്ട്സിൽ നമ്മൾ ഒരിക്കലും ടൂത്ത് പിക്ക് യൂസ് ചെയ്യാൻ പാടില്ല. What is Perio aid? Perio aid is a toothpick with handle used in furcation areas. Toothpick നമുക്ക് ഫർക്കേഷൻ ഏരിയയിലോട്ടൊക്കെ പോകാനായിട്ട് ഡിഫിക്കൽട്ട് ആയിരിക്കും. സോ ടൂത്ത് പിക്ക് ഇസ് അവൈലബിൾ വിത്ത് എ ഹാൻഡിൽ.
അതപ്പോൾ ഈസിലി വി ക്യാൻ പുട്ട് ഇൻസൈഡ് ദ ഫെർക്കേഷൻ ഏരിയ. ഇറ്റ് ഇസ് നോൺ ആസ് പെരിയോ എയ്ഡ്. ഇനി സ്റ്റിമ്യൂഡൻറ്റ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. സ്റ്റിമ്യൂഡൻ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ട്രയാങ്കുലർ ടൂത്ത് പിക്കാണ്. ടൂത്ത് പിക്കിന് 2 ക്രോസ് സെക്ഷനിൽ നമുക്ക് അവൈലബിൾ ആണ്. ട്രയാങ്കുലറും ഉണ്ട്, സർക്കുലറും ഉണ്ട്. സ്റ്റിമ്യൂഡൻ്റ് ഇസ് എ ട്രയാങ്കുലർ ടൂത്ത് പിക്ക് ആൻഡ് ഇറ്റ് വിൽ സ്റ്റിമുലേറ്റ് ദ പാപ്പിലറി ജിഞ്ചൈവ. പാപ്പിലറി ജിഞ്ചൈവനെ സ്റ്റിമുലേറ്റ് ചെയ്യും. അതുകൊണ്ടാണ് സ്റ്റിമ്യൂഡൻ്റ് എന്ന് പേര്. ദെൻ വി ഹാവ് റബ്ബർ ടിപ്പ്. റബ്ബർ ടിപ്പ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ മേജർ ഇൻറ്റൻഷൻ എന്ന് പറയുന്നത് ടു പ്രൊഡ്യൂസ് എ ജിഞ്ചൈവൽ മസാജ് ആൻഡ് ടു ഇംപ്രൂവ് ദ എപ്പിത്തീലിയൽ കെരാറ്റിനൈസേഷൻ. ജിഞ്ചൈവയ്ക്ക് ഒരു മസാജ് കൊടുത്തിട്ട് എപ്പിത്തീലിയൽ കെരാറ്റിനൈസേഷനെ ഇംപ്രൂവ് ചെയ്യുന്നു. Then we have something called toothet. അത് സീക്വൽ ചിലപ്പോൾ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. വാട്ട് ഇസ് എ toothet എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് എ സ്വാബ് ഓഫ് സ്പോഞ്ച് വിച്ച് ഇസ് അറ്റാച്ച് ടു എ സ്റ്റിക്ക്. ഒരു സ്റ്റിക്കിൻ്റെ അറ്റത്ത് ഒരു സ്പഞ്ച് അറ്റാച്ച് ചെയ്യുന്നതിനാണ് നമ്മൾ toothet എന്ന് പറയുന്നത്. ഇത് എസ്പെഷ്യലി ഹോസ്പിറ്റലൈസ്ഡ് പേഷ്യൻസ് ഹു കാൺട്ട് ബ്രഷ് ഓർ യൂസ് എനി ഓഫ് ദ മെക്കാനിക്കൽ ക്ലീനിങ് എയ്ഡ്സ് ആൻഡ് ഹു ആർ ഹാവിങ് എക്സ്ട്രീംലി ഫ്രജൈൽ ടെൻഡർ ആയിട്ടുള്ള ജിഞ്ചൈവ, അല്ലെങ്കിൽ ദോസ് ഹു ആർ ഹാവിങ് മ്യൂക്കോസൽ ലീഷൻസ്. ഇപ്പോൾ ഡീസ്ക്വമേറ്റ് ജിഞ്ചൈവറ്റിസ് പോലത്തെ ലീഷൻസ് ഉള്ള ഒരു പേഷ്യൻറ്റിന് ടൂത്ത് നമ്മളുകൊണ്ട് ബ്രഷ് ചെയ്യുമ്പോൾ തന്നെ ഭയങ്കരമായിട്ടും പീലിംഗ് ഓഫ് ദ ജിഞ്ചൈവയൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെയുള്ള പേഷ്യൻസിന് toothet will be very helpful. അതെന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ജസ്റ്റ് എ സ്റ്റിക്ക് വിത്ത് എ സ്പോഞ്ച് അറ്റാച്ച് ടു ഇറ്റ്സ് എൻഡ്. ജെൻറ്റൽ ക്ലീനിങ്ങിന് വേണ്ടിയിട്ടുള്ളതാണ്. ഇനി പോളിഷിങ്ങിനെ പറ്റി 2-3 കാര്യങ്ങൾ പറയാം. പോളിഷിംഗ് ഇസ് ഓൾസോ യൂസ് ടു റിമൂവ് സോഫ്റ്റ് ഡെപ്പോസിറ്റ്സ് ആസ് വെൽ ആസ് എക്സ്ട്രിൻസിക് സ്റ്റെയിൻസ്. കോമൺലി യൂസ്ഡ് ഏജൻസ് ഏതൊക്കെയാണ്? സിലിക്കോൺ ഡയോക്സൈഡ്, പ്യൂമിസ് ആൻഡ് ടിൻ ഓക്സൈഡ്. പ്യൂമിസ് നമുക്കറിയാം നമ്മുടെ ഡെഞ്ചറൊക്കെ പോളിഷ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. ഇറ്റ് ക്യാൻ ബി യൂസ് ഫോർ നാച്ചുറൽ ടൂത്ത് ഓൾസോ. കോഴ്സ് പ്യൂമിസ് യൂസ് ചെയ്യരുത്, പക്ഷേ നാച്ചുറൽ ടൂത്തിന് ഫൈൻ ആയിട്ടുള്ള പ്യൂമിസ് നമ്മൾക്ക് യൂസ് ചെയ്യാം. സിലിക്കൺ ഡയോക്സൈഡ് അല്ലെങ്കിൽ സിലിക്ക പോളിഷിംഗ് ഏജൻ്റ് ആണ്. ടിൻ ഓക്സൈഡും നാച്ചുറൽ ടൂത്തിൻ്റെ ഒരു പോളിഷിംഗ് ഏജൻ്റ് ആണ്. ടിൻ ഓക്സൈഡ് പക്ഷേ മെറ്റാലിക് റെസ്റ്റോറേഷൻസിനെ പോളിഷ് ചെയ്യാനും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇനി ഇതിൽ വേറെ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, നമ്മളൊരു 3 minutes ഓഫ് പോളിഷിംഗ് വിത്ത് പ്യൂമിസ് ചെയ്ത് കഴിഞ്ഞാൽ വി വിൽ റിമൂവ് 4 microns ഓഫ് ഇനാമൽ. അപ്പോൾ നമ്മൾ പോളിഷ് ചെയ്യുമ്പോൾ എപ്പോഴും മനസ്സിൽ വെക്കേണ്ട ഒരു കാര്യം, പ്രോപ്പർലി ഇൻഡിക്കേറ്റഡ് കേസസിൽ മാത്രം പോളിഷിംഗ് ചെയ്യുക. സ്കെയിലിംഗ് കഴിഞ്ഞിട്ട് ഡിഫോൾട്ടായിട്ട് പോളിഷിംഗ് ചെയ്യേണ്ട ആവശ്യമില്ല. ബിക്കോസ് 3 minute പോളിഷിംഗ് വിത്ത് പ്യൂമിസ് റിസൾട്ട്സ് ഇൻ റിമൂവൽ ഓഫ് എ 4 micron ഇനാമൽ. എപ്പോഴൊക്കെ നമ്മൾ ആവശ്യമില്ലാതെ പോളിഷിംഗ് ചെയ്യുന്നു അപ്പോഴൊക്കെ വി ആർ റിമൂവിങ് എനാമൽ ആൻഡ് വി ആർ പുട്ടിംഗ് ദ പേഷ്യൻ്റ് അണ്ടർ റിസ്ക് ഓഫ് സെൻസിറ്റിവിറ്റി. വി ഹാവ് ഓൾ ദീസ് എയ്ഡ്സ് എല്ലാം പറഞ്ഞു കഴിഞ്ഞു. ഇത്രയും എയ്ഡ്സ് യൂസ് ചെയ്ത് നമ്മൾ ഫിസിക്കൽ ആൻഡ് മെക്കാനിക്കൽ പ്ലാക്ക് കൺട്രോളൊക്കെ ചെയ്ത് കഴിയുമ്പോൾ വെദർ ഇറ്റ് ഇസ് പ്രോപ്പർലി ഡൺ ഇതറിയാൻ വേണ്ടിയിട്ടുള്ള സാധനമാണ് ഡിസ്ക്ലോസിങ് സൊല്യൂഷൻ. ഇറ്റ് ഇസ് യൂസ് ഫോർ പേഷ്യൻ്റ് എഡ്യൂക്കേഷൻ ആൻഡ് മോട്ടിവേഷൻ. എന്താണ് ഡിസ്ക്ലോസിങ് സൊല്യൂഷൻ്റെ മെക്കാനിസം ഓഫ് ആക്ഷൻ? ഇറ്റ് സ്റ്റെയിൻസ് പ്ലാക്ക് ബൈ സ്റ്റെയിനിങ് ഇറ്റ്സ് ഗ്ലൈക്കോപ്രോട്ടീൻ കമ്പോണൻറ്റ്. പ്ലാക്കിന് ഒരു ഗ്ലൈക്കോപ്രോട്ടീൻ കമ്പോണൻറ്റ് ഉണ്ട്, അതിനെ സ്റ്റെയിൻ ചെയ്യും. സോ വെൻ എവർ പ്ലാക്ക് ഇസ് പ്രസൻറ്റ് ഇറ്റ് ഗിവ്സ് എസ് എ സ്റ്റെയിൻ വിച്ച് ഇസ് വിസിബിൾ ടു ദ നേക്കഡ് ഐ, സോ ദാറ്റ് നമുക്ക് മനസ്സിലാവും പ്ലാക്ക് സ്റ്റിൽ ദെയർ. കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത് ബേസിക് ഫ്യൂഷൻ, എറിത്രോസിൻ, ഫാസ്റ്റ് ഗ്രീൻ പോലത്തെ സ്റ്റെയിൻസ് ആണ്. ഇതിൽ നിന്ന് ചോദിക്കാൻ ചാൻസ് ഉള്ള MCQs, വിച്ച് ഇസ് ദ മോസ്റ്റ് കോമൺ ഡിസ്ക്ലോസിങ് ഏജൻറ്റ്. എറിത്രോസിൻ ഇസ് ദ മോസ്റ്റ് കോമൺ ഡിസ്ക്ലോസിങ് ഏജൻറ്റ്. പിന്നെ ബിസ്മാർക്ക് ബ്രൗൺ എന്ന് പറഞ്ഞൊരു ഡിസ്ക്ലോസിങ് സൊല്യൂഷൻ ഉണ്ട്. ഇറ്റ് ഇസ് യൂസ് ഫോർ ദ പ്ലാക്ക് കമ്പോണൻറ്റ് ഓഫ് റാംഫോർഡ് ഇൻഡെക്സ്. റാംഫോർഡ് ഇൻഡെക്സിന് 3 കമ്പോണൻസ് ഉണ്ട്. പ്ലാക്ക് കമ്പോണൻറ്റ്, കാൽക്കുലസ് കമ്പോണൻറ്റ്, ജിഞ്ചൈവൽ ആൻഡ് പെരിഡോണ്ടൽ കമ്പോണൻറ്റ്. അതിൽ പ്ലാക്ക് കമ്പോണൻറ്റിനെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് ബിസ്മാർക്ക് ബ്രൗൺ എന്ന് പറയുന്ന ഡിസ്ക്ലോസിങ് സൊല്യൂഷൻ യൂസ് ചെയ്തിട്ടാണ്. ഫൈനലി വി ഹാവ് എ ന്യൂ ടേം, പ്ലാക്ക് ലൈറ്റ് മിറർ. പ്ലാക്ക് ലൈറ്റ് മിറർ എന്ന് പറയുന്നത് ഒരു ഡിസ്ക്ലോസിങ് സൊല്യൂഷനാണ്. ഇറ്റ്സ് എ ഫ്ലൂറസെൻറ്റ് ഡൈ ഇൻ കൺജങ്ഷൻ വിത്ത് എ സ്പെഷ്യൽ മിറർ. ഇത് യൂഷ്വലി നമ്മൾ റെഡ് ഡൈ, നമ്മൾ പറഞ്ഞു മോസ്റ്റ് കോമൺലി യൂസ്ഡ് എറിത്രോസിനാണ്. അപ്പം റെഡ് ഡൈ ആയിട്ടൊക്കെ ആയിരിക്കും നമ്മുടെ പ്ലാക്ക് സ്റ്റെയിൻഡ് ആവുന്നത്. So plaque light mirror is used by adult males who object the red staining of lips, tongue and cheeks. കുറച്ച് നേരത്തേക്കാണെങ്കിലും ലിപ്സ്, ടങ്, ചീക്ക് ഒക്കെ റെഡ് കളറിൽ സ്റ്റെയിൻഡ് ആയിട്ടിരിക്കുന്നത് ഇഷ്ടമില്ലാത്തവർക്ക് they can use this and this gives a fluorescence or a brilliant yellow green color. സോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് എലാബറേറ്റ് ആയിട്ടുള്ള ചാപ്റ്ററാണ്. കോമ്പാക്റ്റ് ആയിട്ട് മാക്സിമം ഇൻഫർമേഷൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഫർദർ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ you can contact me. Thank you.